എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇടുക്കി വാട്ടർഫോൾ എക്സ്പെഡീഷൻ സീരീസാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇടുക്കി ജില്ലയിലല്ല, ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പാമ്പനാൽ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പാമ്പനാൽ വെള്ളച്ചാട്ടം പാലാ തൊടുപുഴ റോഡിൽ നിന്ന് കരിങ്കുന്തത്തേക്ക് തിരിഞ്ഞു പോകുന്ന ചെറിയൊരു ഷോർട്ട് കട്ട് റോഡ് ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. പകുതി വഴി വരെ മാത്രമേ ഗൂഗിൾ മാപ്പ് എത്തിക്കുകയുള്ളൂ. അവിടെ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു കാഴ്ച കിട്ടും. അത് ഒരു ഏകദേശ ലക്ഷ്യം വെച്ചൊരു പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് നമ്മൾ നടന്നിട്ട് പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൽ എത്തി നിൽക്കുന്നത് വളരെ സേഫാണ്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. കാരണം ചുറ്റും റബ്ബറും തോട്ടമാണ്. നല്ലൊരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം വരുന്ന വഴി ഞങ്ങൾ വന്ന വഴിയുടെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല കേട്ടോ. വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വഴി നമുക്കിവിടെ എത്താൻ പറ്റുമായിരിക്കും. എന്തായാലും ചോദിച്ചു വരിക ആൾക്കാരോട് വേറെ ഏതെങ്കിലും വഴിയുണ്ടോയെന്ന്. ഞങ്ങൾ വന്ന വഴി എന്തായാലും ഞാൻ കാണിച്ചു തരാം. പക്ഷേ വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരെണ്ണം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് കയറി പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടുകൂടെ. ഇതുവരെ വീഡിയോയിൽ ഇല്ലാത്ത ഒരാളാണ് ഇപ്പം നമ്മുടെ മുന്നിൽ പോകുന്നത്. അതുൽ മാർട്ടിൻ എന്നാണ് പേര്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചായിരുന്നു. അതുലും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതുൽ വഴികാട്ടിയാവട്ടെ. ഇവിടെ അതുലിൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. സോ അവൻ അവിടെ നിന്ന് വന്നതാ തന്നെ. നമ്മൾ വന്ന വഴിയല്ല, മേളിൽ കൂടെ വേറെ വഴിയുണ്ടെന്നാണ് പറയുന്നത്. നിന്റെ വീട് എവിടെയാ? അഴുത്തല. നമ്മളെ അഴുത്തലെന്ന് തിരിഞ്ഞല്ലെങ്കിൽ പോകുന്നത്. ഈ വെള്ളച്ചാട്ടം 3-4 തട്ടായിട്ടാണ് താഴേക്ക് വീഴുന്നത്. വെള്ളം കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു മാക്സിമം ഭംഗിയിലൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. എങ്കിലും വെള്ളം നല്ലപോലെ ഉള്ളപ്പോൾ വളരെ ഭംഗിയുള്ള വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കും പാമ്പനാലിൽ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അതുലിനെ പരിചയപ്പെടാൻ പറ്റിയതാണ്. അതിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മിസ്റ്റേക്ക് കാരണം കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം വീഡിയോ കറപ്റ്റഡ് ആയിപ്പോയി. എങ്കിലും ഉറപ്പായിട്ടും അതുലിൻ്റെ കൂടെയുള്ള പുതിയ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അതുലിനെ ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെടാൻ പറ്റിയത്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയതാണ്. ഞങ്ങൾ രണ്ടും മാത്രമുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് അവനിങ്ങനെ വരികയും ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തുകയും പിന്നെ നമ്മളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. താഴെ നിന്നിവിടെ മനുഷ്യനൊന്നും ഇല്ലാന്ന് പറയാൻ പോകുമായിരുന്നു. പക്ഷെ അന്നേരത്തേനും പെട്ടെന്ന് ഒരു സുഹൃത്തിനെ ഇവിടുന്ന് കിട്ടി. അതിലാണ് രാമപുരം കോളേജിൽ BBA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഗൂഗിളിൽ കണ്ടപ്പോൾ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെയും കിട്ടി. സോ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ ബൈ. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസസ് ആണല്ലോ നമുക്ക് തരാം. ഈ യാത്ര ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് മാത്രമല്ല തന്നത്, ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെയും കൂടി ഈ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതൊരു നല്ലൊരു ട്രാവലറാണ്. ഒരുപാട് ട്രാവൽ പിക്സ് ഒക്കെ ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുലിന്. മുടിഞ്ഞോൻ എന്നാണ് പേര്. നല്ല ഭംഗിയുള്ള മുഖവും മുടിഞ്ഞോൻ എന്ന പേരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.